ഇന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഒരു വലിയ വിഭാഗം റേഷൻ കടകൾ അടഞ്ഞു കിടക്കുന്നു. ചില റേഷൻ കടകൾ തുറന്നതായുള്ള സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായുള്ള വാർത്തകളുണ്ട്. കൊച്ചിയിൽ എന്താണ് വിവരം? അപർണ, കൊച്ചിയിൽ മിക്ക റേഷൻ കടകളും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അതായത് ഏതാണ്ട് ഭൂരിഭാഗം റേഷൻ കട ഉടമകളും വ്യാപാരികളും സമരത്തിലേക്ക് തന്നെയാണ്, പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് എന്നുള്ള സൂചന തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്. 2018 ശേഷം ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും സർക്കാർ അംഗീകരിക്കുകയോ അതല്ലെങ്കിൽ നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല. വേതന വർധന ആ കാലം മുതൽ ആവശ്യപ്പെടുന്നതാണെന്നാണ് റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ആശങ്ക. അതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് 2 തവണയാണ് സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തിയത്. ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ നേതൃത്വത്തിൽ 2 തവണ ചർച്ച നടത്തിയെങ്കിലും ഈ 2 തവണത്തെ ചർച്ചയും അലസി പിരിഞ്ഞു പോയിട്ടുണ്ട്. അതേസമയം ജനുവരി ആദ്യം മുതൽ ലോറി ഉടമകളുടെ സമരമായിരുന്നു. കരാറുകാരുടെ സമരം കഴിഞ്ഞ ദിവസമാണ് ഒത്തുതീർപ്പാക്കിയത്. അതും ഭക്ഷ്യമന്ത്രി ഇടപെട്ട് തന്നെയായിരുന്നു ഈ സമരം ഒത്തുതീർപ്പാക്കിയത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ കഴിഞ്ഞ ജനുവരി ആദ്യം മുതൽ തന്നെ റേഷൻ വിതരണം ഏതാണ്ട് പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് മാത്രമല്ല, ഭക്ഷ്യ കമ്മീഷൻ ഇതിനകത്ത് ഇടപെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 2013 ഭക്ഷ്യ നിയമം അനുസരിച്ചിട്ട് ഭക്ഷണം മുടങ്ങാനുള്ള ഒരു സാഹചര്യവും സർക്കാർ പ്രോത്സാഹിപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷ്യ കമ്മീഷനും ഇതിൽ ഇടപെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ റേഷൻ സമരം മുന്നോട്ട് പോകുക, റേഷൻ വ്യാപാരികളുടെ സമരം ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മൊബൈൽ റേഷൻ കടകളോ അതല്ലെങ്കിൽ അതിനുവേണ്ട പാരലൽ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് തന്നെയാണ് ഭക്ഷ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മൊബൈൽ റേഷൻ കടകളായിട്ടോ അതല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ സമരം മുന്നോട്ട് പോകുന്നത് അതായത് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക്, അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാകാത്ത തരത്തിലേക്ക്, അവരുടെ ഭക്ഷണം മുടക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് വലിയ പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഭക്ഷ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കടകളുടെ ലൈസൻസ് റദ്ദാക്കുന്ന തരത്തിലേക്ക് വരെ പോകും. രവീന്ദ്രൻ വരുന്നു. ഇത് കൊച്ചിയിലൊക്കെ എല്ലാ റേഷൻ, ഞാൻ തിരികെ എത്താം ആജ്ഞയിലേക്കും, കൊച്ചിയിലും ഒട്ടുമിക്ക റേഷൻ കടകളും കിടക്കുന്ന സാഹചര്യമാണ്. ഇത് റേഷൻ വ്യാപാരികളുടെ വിവിധ സംഘടനകളൊക്കെ ഒറ്റയ്ക്ക് പലതവണ സമരം നടത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഇത്തവണ 1 വർഷത്തിലേറെയായി റേഷൻ വ്യാപാരികളുടെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് കൂട്ടായിട്ടുള്ള സമരം ചെയ്യുകയാണ്. നേരത്തെ ഒരു ദിവസം കടയടച്ച് ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളും സെക്രട്ടേറിയറ്റ് പടിക്കലും ഒക്കെ സമരം നടത്തി. അപ്പോഴും അനുഭാവപൂർവമായ നടപടി ഉണ്ടാകുന്നില്ല എന്നാരോപിച്ച് 2 ദിവസം കടകളടച്ച് രാപ്പകൽ സമരം നടത്തി. അന്ന് ഇടതുപക്ഷം അതിനൊപ്പം നിൽക്കുകയാണ്. ഇപ്പോഴത്തെ LDF കൺവീനറായിരുന്ന TP രാമകൃഷ്ണനൊക്കെയാണ് അന്ന് രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തത്. റേഷൻ വ്യാപാരികളുടെ ഈ ആവശ്യം ന്യായമാണ്, അതൊക്കെ പെട്ടെന്ന് അംഗീകരിക്കണമെന്ന് കൂടി ഇന്നത്തെ LDF കൺവീനർ അന്ന് പ്രസംഗിക്കുകയും ചെയ്തതൊക്കെയാണ്. സംസ്ഥാന സർക്കാർ ഒരു കമ്മീഷൻ റിപ്പോർട്ട് നിയോഗിച്ചിട്ടുണ്ട്. അത് ഈ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ള വിവരമാണ് ഇവർ ആരോപിക്കുന്നത്. ഭക്ഷ്യമന്ത്രി 3 ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു കമ്മീഷനെ വെച്ചു. മാന്യമായിട്ടുള്ള ഒരു വേതന വർധനവ് ശുപാർശ ചെയ്ത് കമ്മീഷൻ 2024 മെയ് 31 സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിലെ വിവരങ്ങളൊക്കെ ചർച്ച ചെയ്യാനോ റിപ്പോർട്ടിലെ വിവരങ്ങളൊക്കെ സംഘടനാ ഭാരവാഹികൾക്ക് കൈമാറാനോ സർക്കാർ തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത്. അതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഏതായാലും മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഭക്ഷ്യമന്ത്രി. ഇത്തരം സമരം നടത്തുകയാണെങ്കിൽ പുറത്താക്കുമെന്നതടക്കമുള്ളത്. അതേസമയം 2 മണിക്ക് ചർച്ചയുമുണ്ട്. ആജ്ഞയിലേക്ക് വീണ്ടും ആജ്ഞ, നേരത്തെ പറഞ്ഞതുപോലെ ചില കടകൾ തുറക്കുന്നതായിട്ടുള്ള വിവരങ്ങളും വന്നിരുന്നു. ഇത് കോർഡിനേഷൻ കമ്മിറ്റി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് കൊച്ചിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാറ്റമൊന്നുമില്ല. രാഷ്ട്രീയ മുന്നണി ഭേദമില്ലാതെ ഒറ്റക്കെട്ടായി നിന്നുള്ള സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കടകളിലേക്ക് ജനങ്ങൾ എത്തുന്നുണ്ടോ? ഈ സമരം അറിയാതെ എത്തുന്നുണ്ടോ? അങ്ങനത്തെ എന്തെങ്കിലും മറ്റു പ്രതികരണങ്ങളുണ്ടോ ഇതിനകത്ത്?
അപ്പം നമ്മൾ കഴിഞ്ഞ 1 മണിക്കൂറായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് ഇതുവരെ ആരും എത്തിയിട്ടില്ല. അതായത് സമരം ആണ് എന്നുള്ളൊരു മെസ്സേജ് എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന് മുൻപും ഇതിന് തൊട്ട് മുൻപും നമ്മളൊരു കടയിൽ പോയപ്പോഴും അവിടെയും അത് തുറക്കാനുള്ള സമയമായിട്ടില്ല ശരിക്കും ആ സമയത്ത്. പക്ഷേ എന്നിരുന്നാൽ പോലും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതായത് കൊച്ചിയിൽ പൂർണ്ണമായിട്ടും സമരത്തോട് തന്നെ വ്യാപാരികൾ സമരവുമായി സഹകരിച്ചു പോവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ കടകളൊന്നും തുറന്നതായിട്ട് നമുക്ക് അറിവ് ലഭിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ 1-2 കടകളായിരിക്കാം. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് 2018 മുതലുള്ള ആവശ്യമാണ് വ്യാപാരികളുടെ. ആ സമയത്തുള്ള വേതന വർധന അല്ലാതെ തിരികെ